വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് BMH ഡോക്ടർ ചാറ്റ്. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതിനായി BMH ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവ് വർഗീസ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഈ അപ്രതീക്ഷിതമായിട്ട് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ. അത് നമ്മൾ പലപ്പോഴും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുമ്പോൾ, ഫുട്ബോൾ കളിക്കുമ്പോൾ, അങ്ങനെയുള്ള ഇപ്പോൾ എസ്പെഷ്യലി യുവജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. അത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്തൊക്കെയാണ് യുവജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ ഒരു ട്രെൻഡ് നമ്മൾ റീസെൻ്റായിട്ട് കണ്ടുവരുന്നുണ്ട്. ശരിയാണ്, ജിമ്മിൽ ചെറുപ്പക്കാർ, അധികം പ്രായമില്ലാത്തവരും, പിന്നെ ഈ ഫങ്ഷൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് തലചുറ്റി ഒരു ഡ്രോപ്പ് ഡൗൺ ഡെഡ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരാളുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈല് ഇതിൽ വളരെയധികം ഒരു ഭാഗം വഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ലൈഫ് സ്റ്റൈല് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം ഒരാളുടെ ലൈഫ് സ്റ്റൈല്, മറ്റുള്ള ഫാക്ടേഴ്സ്, ഡയറ്റ് പാറ്റേൺ, ഭക്ഷണത്തിൻ്റെ രീതി, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ ഇല്ലയോ, പിന്നെ ഒരു ബേസ് ലൈൻ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താത്ത ആൾക്കാരായിരിക്കും ഭൂരിപക്ഷം ആൾക്കാരിലൊരു ചിന്തയുണ്ട്, എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പം ഞാൻ യങ്സ്റ്ററാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് നോക്കാം എന്ന് കുറേ പേര് ആ ഒരു ധാരണയിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഒരുവിധം സ്ട്രെസ്സിൽ കൂടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഇഷ്ടംപോലെ സ്ട്രെസ് എല്ലാവർക്കും ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി, ഈ ചില രോഗങ്ങൾ, ഈവൻ ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ എല്ലാം ഫാമിലിയൽ ട്രെൻഡ് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് പാറ്റേൺ, ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ എല്ലാവരും ഇഷ്ടംപോലെ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പം ഒരു ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഡയറ്റ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ചെയ്യാത്ത ആൾക്കാർ, കുറേ പേര് രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പം പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു കാർഡിയക് അറസ്റ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടും. ഇത് കൂടാതെ തന്നെ ചെറുപ്പക്കാരിൽ ചില കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസസ്, അതായത് ജന്മന ഉള്ള കാര്യങ്ങളുണ്ട്, ജനറ്റിക് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട്. അതിൽ ഹാർട്ടിൻ്റെ റിതം അബ്നോർമൽ ആകുന്ന വേരിയസ് കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇറഗുലർ ഹാർട്ട് ബീറ്റ് ചില സമയത്ത് ചിലർക്ക് വരും. അപ്പോൾ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അത് ബാധിക്കും. ചിലപ്പം ഹാർട്ട് റേറ്റ് വളരെ കൂടും, ചിലപ്പോൾ ഇറഗുലർ റിതം, ചിലപ്പം അത് പോയി ഹാർട്ട് സ്തംഭനം തന്നെ വരാം. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ ഹാർട്ടിൻ്റെ മസിൽ വീക്കായിട്ട് ഹാർട്ടിൻ്റെ ബലഹീനത, അതായത് പമ്പിങ് പവർ കുറയും, കാർഡിയോമയോപ്പതീസ് എന്ന് പറയും. അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു മെഡിക്കൽ ചെക്കപ്പ് ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് അത് എല്ലാവരിലും സിംറ്റംസ് ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അത് പെട്ടെന്നൊരു ഒരു ഇടിവെട്ട് പോലെ അങ്ങ് വരുമ്പം നമ്മളെല്ലാവരും അത് എന്താ ഇങ്ങനെ പറ്റിയ, ഇതുവരെ ഓക്കെ ആയിരുന്നല്ലോ, ഇന്ന് പെട്ടെന്ന് ഇതിങ്ങനെ എന്താ സംഭവിച്ച എന്ന് എല്ലാവരും ചിന്തിച്ച് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഒരു കാർഡിയാക് അറ്റാക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ശരീരം കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ലെഫ്റ്റ് സൈഡ് വേദന, അങ്ങനെയൊക്കെ നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ കുഴഞ്ഞു വീണൽ ഉള്ള മരണത്തിൽ അത് എത്രത്തോളം അങ്ങനെ ഒരു സിംറ്റംസിനുള്ള സാധ്യതകളുണ്ട്? യൂഷ്വലി ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം മെഡിക്കൽ ടേംസിൽ സഡൻ കാർഡിയക് ഡെത്ത് എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. അത് ഇൻസ്റ്റൻ്റ്ലി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അത് എല്ലായ്പ്പോഴും അത് ഹാർട്ട് അറ്റാക്ക് ആകണമെന്നില്ല. ചിലപ്പം ഈ ഹാർട്ടിൻ്റെ റേറ്റ് കൂടിയിട്ട് അത് പെട്ടെന്നൊരു ഹാർട്ട് സ്തംഭനം പോലെയും വരാം. അപ്പം സിംറ്റംസ് ആ സമയം വരുന്നത് തലകറക്കോ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്ന ആ ഒരു സിംറ്റം, അത് കാണുന്ന ആൾക്കാർക്ക് ദൃക്സാക്ഷികളുണ്ടാവും, ഐ വിറ്റ്നസ്സസ് ഉണ്ടാവും, എന്താ സംഭവിച്ചത്. രോഗിക്ക് പ്രത്യേകിച്ച് ഒരു ബോധം പോയി എന്നൊരു അവസ്ഥ മാത്രമേ അറിയുള്ളൂ. ചിലവർ സ്പോണ്ടേനിയസ്ലി ഇത് റിക്കവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും മരിക്കണമെന്നില്ല. ചിലവർ പ്രത്യേകിച്ച് ഒരു അരിത്മിയ വന്ന് ബോധം കെട്ട് വീഴും,
അത് ചിലപ്പോൾ ഹാർട്ട് സ്പോണ്ടേനിയസ്ലി അത് റിവൈവ് ചെയ്ത് വരാം. അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവിടെ ആർക്കെങ്കിലും CPR കൊടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ CPR കൊടുത്താൽ ഒരു പക്ഷേ റിവൈവ് ചെയ്യാം. അങ്ങനെ വരുമ്പം ചിലപ്പം ഈ വീണുപോയ ആൾക്ക് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ബോധം ഉണ്ടാകണമെന്നില്ല. ഒരു തലചുറ്റൽ പോലെ നമുക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ട് പോലെ ഉണ്ടാവും. അങ്ങനെ പിന്നെ ബാക്കി എന്താ നടന്നതെന്ന് ആ വ്യക്തിക്ക് അറിയത്തില്ല, സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർക്ക് അറിയാം, പിന്നെ മെഡിക്കൽ കെയർ കൊടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇനി ഇത് കൂടാതെ വേറെ ഒരു സിറ്റുവേഷനിൽ ചെറിയ സിംറ്റംസ് ആൾക്കാരിൽ ഉണ്ടാവാം. അതായത് ഒരു ഗ്യാസ് പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രീതിങ് ഡിഫിക്കൽട്ടി പോലെ, അല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥത പോലെ. അത് ചില ആൾക്കാർ അത് ഇഗ്നോർ ചെയ്യും. അത് അത് സാരമില്ല, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജലൂസിലോ എന്തെങ്കിലും ആൻറ്റാസിഡ് കഴിക്കാം എന്നുള്ളൊരു രീതിയിൽ അത് താൽക്കാലികമായിട്ട് കഴിക്കാം. അത് ചിലപ്പോൾ അത് കുറയും. അപ്പോൾ അവർ അതും കൊണ്ടങ്ങ് നടക്കും. ഇത് ഡയബറ്റിസ് രോഗികൾക്കാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. സർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയ രോഗങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ്? പാരമ്പര്യമായിട്ട് വരുന്ന ഹൃദയ രോഗങ്ങൾ അത് സാധ്യതയുണ്ട്. അതിൽ ചില സ്പെസിഫിക് ആയിട്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് കഞ്ചനറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിൽ ഹാർട്ടിൽ ഒരു ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ, ടെക്നിക്കൽ ടേംസ് വേറെ ഉണ്ട്. ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ ഹാർട്ടിൻ്റെ അകത്ത് ഒരു ദ്വാരം, അതായത് ഹോൾ ഉണ്ടെന്ന് പറയും ലേമാൻസ് ടേമിൽ. അത് പല ടൈപ്പുണ്ട്. അത് മെഡിക്കൽ ടേംസിൽ അത് ASD, VSD, PDA അങ്ങനെ അതിന് ടേംസ് ഉണ്ട്. അത് ഷണ്ട് ലീഷൻസ് എന്ന് പറയും അത് മെഡിക്കൽ ടേംസിൽ. അത് ജന്മന ഉണ്ടാകാം. പിന്നെ ഹാർട്ടിൻ്റെ തന്നെ ചേമ്പേഴ്സിൽ ഈ അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലവർ ലെഫ്റ്റ് സൈഡ്, ഹാർട്ട് യൂഷ്വലി ലെഫ്റ്റ് സൈഡാണ്, അത് ചിലവർക്ക് റൈറ്റ് സൈഡിലാകാം. പിന്നെ അയോട്ടയും പൾമറി ആർട്ടറിയുടെ ഇതിലും വേരിയേഷൻസ് വരാം. പിന്നെ വാൽവ്സിന് ചുരുക്കം വരാം, അല്ലെങ്കിൽ ലീക്ക് വരാം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അത് ജന്മന വരാവുന്നതാണ്. അത് വന്നു കഴിഞ്ഞാൽ ബിഫോർ ബർത്ത് ചിലതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, ഫീറ്റൽ എക്കോകാർഡിയോഗ്രാം. അത് ആഫ്റ്റർ ബർത്ത് യൂഷ്വലി ഇൻഫൻസിന് അത് സിംറ്റംസ് ഉണ്ടാവും, പെരിനേറ്റൽ ആ സ്റ്റേജിൽ. അപ്പം അത് എക്കോ ചെയ്താൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ജന്മന വരുന്ന ഹാർട്ട് കണ്ടീഷൻസ്, അതായത് ഒരു അഡൾട്ട് ലൈഫ് വരെ ചിലപ്പം അത് സൈലൻ്റായിട്ട് നിൽക്കും. അതിൽ ഒന്നാണ് ഈ കഞ്ചനറ്റൽ അരിത്മിയാസ്. അരിത്മിയാസ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഹാർട്ട് ബീറ്റ്, ലോങ് ക്യൂട്ടി സിൻഡ്രോം, ബ്രുഗാഡ, അങ്ങനെ മെഡിക്കൽ ടേംസിൽ കുറച്ച് ഡിസീസസ് ഉണ്ട്. അതിൽ ഹാർട്ട് റേറ്റ് ചില കണ്ടീഷൻസിൽ വളരെ അധികമാവും. അതിൽ ഒരു സഡൻ കാർഡിയക് ഡെത്ത് വരാൻ വരെ ചാൻസ് ഉണ്ട്. അത് കുറേ നാളുകളിൽ അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് ഇരിക്കാം. എന്തെങ്കിലും ഒരു എപ്പിസോഡ് ഓഫ് തലകറക്കോ അല്ലെങ്കിൽ നെഞ്ച് ഇടിപ്പ്, പാൽപിറ്റേഷൻസ് വരുമ്പം മാത്രം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസ്, ഹാർട്ട് മസിൽ വീക്ക്നെസ് വരും. അത് അപ്പം ഹാർട്ടിൻ്റെ പമ്പിങ് പവർ കുറയും, കാർഡിയോമയോപ്പതീസ് എന്ന് പറയും. പിന്നെ മെറ്റേണൽ പ്രഗ്നൻസി ടൈമിൽ മെറ്റേണൽ ഡ്രഗ് ഇൻടേക്ക്, ചില ഡ്രഗ്സൊക്കെ മദർ എടുക്കുന്ന അനുസരിച്ച് ഫീറ്റസിൽ കുറച്ച് കാർഡിയാക് മാൽഫോർമേഷൻസ് വരാം. പിന്നെ സർട്ടൺ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് കണ്ടീഷൻസ് ജന്മന ഉണ്ടാകാം. വീണ്ടും ഞാൻ ഈ യുവജനങ്ങളുടെ ആ ഒരു ആരോഗ്യത്തിൻ്റെ ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തുവാണ്. ഇപ്പം പൊതുവേ നമ്മളെല്ലാവരും ജിമ്മിൽ പോകുന്ന ഒരു ശീലമുണ്ട് എല്ലാവർക്കും. ഇപ്പം ഫീമെയിൽസ് ആയാലും മെയിൽസ് ആയാലും ഏജ് ഒരു നോക്കാതെ തന്നെ എല്ലാവരും തന്നെ ഒരു ജിമ്മിൽ പോകുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പം കുറേ നാളായിട്ട് ജിമ്മിൽ ഒരു വ്യായാമം ചെയ്യാതിരുന്നോണെ സഡൻ ജിമ്മിൽ പോകുന്ന കാറ്റഗറീസ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നവരെന്തെങ്കിലും ഈ ജിമ്മിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ആരോഗ്യപരമായ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്തൊന്ന് അവരുടെ ആരോഗ്യം വിലയിരുത്തിയതിന് ശേഷം ജിമ്മിൽ പോകുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് അത് എത്രത്തോളമാണ്? അത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പം എൻ്റെ അഭിപ്രായത്തിൽ സാധാരണ റെക്കമെൻഡഡ് ഏജ് എനിബഡി അബവ് 35 or 40 ജിമ്മിൽ പോകുമ്പം ഒരു ബേസ് ലൈൻ മെഡിക്കൽ ടെസ്റ്റും ECG, എക്കോയും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവാണ് നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആര് ജിമ്മിൽ പോയാലും ഒരു ബേസ് ലൈൻ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനി അവിടെ പോയാലും ഒരു ഗ്രേഡഡ് ട്രെയിനിങ്, ഒരു ഗ്രേഡഡ് പാറ്റേണിൽ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്.
അവിടെ ചെന്ന് ചെയ്യുന്ന സംഗതികളും ചിലപ്പം പല രീതിയിലും നമ്മളെ അഫക്റ്റ് ചെയ്യാം. ആൾക്കാർക്ക് ജിമ്മിൽ തന്നെ ഹാർട്ടിൻ്റെ മാത്രമല്ല, എന്താ പറയണ, ഫ്രാക്ചേഴ്സ് വരാറുണ്ട്, സ്പ്രെയിൻസ്, ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻസ്, അങ്ങനെ ബോൺ ആൻഡ് ജോയിൻ്റായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും വരാറുണ്ട്. ജിമ്മിൽ നടന്നു പോയ ആൾക്കാർ ക്രോൾ ചെയ്തായിരിക്കും പുറത്ത് വരുന്നത്. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അകത്ത് പോയി എന്താ ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ആപ്പുകളുണ്ട്, ഫിറ്റ്നസ് ആപ്പുകൾ. അപ്പം ഒരുപാട് ആളുകൾ അത് യൂസ് ചെയ്യുന്നതായിട്ടും നമുക്കിപ്പം കാണാം. അപ്പം അങ്ങനെയുള്ളവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഫിറ്റ്നസ് ആപ്പിൽ അവർ പറയുന്നത് യൂഷ്വലി അതിൻ്റെ ഈ എക്സസൈസ് ഇന്ന പോലെ ചെയ്യണം, ഇത്ര സെറ്റ്, ഇത്ര റെപ്സ് എന്ന് ഉള്ള ഒരു കണക്കുണ്ട്. യൂഷ്വലി ആൾക്കാർ അതിനാണ് അത് യൂസ് ചെയ്യുന്നത്, ഒരു ഹോം ബേസ്ഡ് വർക്കൗട്ട് എന്നുള്ള രീതിയിൽ. അത് ആക്ച്വലി ഇപ്പം കുട്ടികളും അത് കണ്ട് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു 9-10 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ മുതൽ ഈ ഒരു ഫിറ്റ്നസ് ആപ്പുകൾ കണ്ടിട്ട് അതിലേക്ക് വരുന്നത്. അപ്പം അതിനി അവർക്ക് മുൻപോട്ട് പോകും തോറും അത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈല്, അതൊരു മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് ഒരു ട്രെയിനറിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഹൃദയ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ടെസ്റ്റുകൾ, ഇടവിട്ട് ഇത്ര കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ബേസ് ലൈനായിട്ട് ഒരു ECG, ഒരു എക്കോകാർഡിയോഗ്രാം, ട്രെഡ്മിൽ, പിന്നെ ബ്ലഡ് ഷുഗർ, ലിപ്പിഡ് പ്രൊഫൈൽ, തൈറോയ്ഡ് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. ഇത് നമ്മളിങ്ങനെ ഒരു 6 months അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിൽ ചെയ്യേണ്ടത് ഒരു 30 years കഴിഞ്ഞാൽ അല്ലെങ്കിൽ 35 കഴിഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും കണ്ടിന്യൂസ് ഇടവേളകളിൽ ഒരു 6 months ഗ്യാപ്പിൽ നമ്മൾ ചെയ്യേണ്ട ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും വെച്ച് നമ്മൾ ഒരു മോണിറ്റർ ചെയ്യേണ്ട അതിപ്പം ഒരു 30 years, ബിറ്റ്വീൻ 30 and 40 ആണെങ്കിൽ ഒരു വൺസ് ഇൻ എ ഇയർ അല്ലെങ്കിൽ വൺസ് ഇൻ 2 years മതിയാവും. പക്ഷേ ഏജ് കൂടുന്തോറും നമ്മൾ ആ ഫ്രീക്വൻസി കുറച്ച് കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഒരു പേഴ്സൺ അബവ് 60 ആണെങ്കിൽ വൺസ് എ ഇയർ, അല്ലെങ്കിൽ അബവ് 65-70 ആണെങ്കിൽ വൺസ് ഇൻ 6 months, അങ്ങനെ ഒരു സംഗതി ഫോളോ ചെയ്യുമായിരിക്കും. കുറച്ചുകൂടെ ക്ലോസർ മോണിറ്ററിങ് വരും അങ്ങനെ ആകുമ്പോൾ. പിന്നെ അതുപോലെ സാർ ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും തന്നെ സ്മാർട്ട് വാച്ചിൽ ഈ BPയും നമ്മുടെ അതുപോലെ തന്നെ എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇതിപ്പോൾ സ്മാർട്ട് വാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രമാത്രം റിലേ ചെയ്യാം, അതിൻ്റെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒന്ന് സംസാരിക്കാം. ഇതെല്ലാം ഇലക്ട്രോണിക് ഡിവൈസസ് ഒരു ഇൻഡിക്കേഷൻ തരും. നമ്മളിപ്പം അതിൽ ഹാർട്ട് റേറ്റ് മെൻഷൻ ചെയ്യും, പിന്നെ നമ്മൾ എത്ര സ്റ്റെപ്സ് നടന്നു എന്നുള്ളതെല്ലാം കാണിക്കും. അത് നമുക്കൊരു ടാർഗറ്റ് ലെവൽ ഓഫ് നമ്മുടെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഇപ്പോൾ ട്രെയിനർ പറയാണ് യു ഹാവ് ടു വാക്ക് ഒരു 5,000 അല്ലെങ്കിൽ 10,000 സ്റ്റെപ്സ് എവറി ഡേ എന്ന് പറയുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എടുത്താൽ ചിലപ്പം അത് കാണിക്കും, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് എത്ര കൂടിപ്പോകുന്നുണ്ട്. പക്ഷേ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു യൂത്തിൻ്റെ ഇടയിലുള്ള ഈ ഭക്ഷണ ശീലങ്ങളെക്കുറിച്ച് അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു 2 വാക്ക് സംസാരിക്കാം. ജനറലി ഞാൻ പൊതുവേ ഇപ്പോഴത്തെ തലമുറ യൂത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രകൃതിയോട് വിട്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പം മാതാപിതാക്കൾ പിള്ളേരെ വെയിൽ കൊള്ളാൻ പാടില്ല, നനയാൻ പാടില്ല, ഓടാൻ പാടില്ല, വെയിലത്ത് നടന്നാൽ അയ്യോ എന്നൊക്കെ പറയും. ഓക്കെ, അതൊരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്നപ്പം വെയിലും കൊണ്ട് മഴയത്ത് നാടൻ ഭക്ഷണം കഴിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റും. പ്രകൃതിയോട് വിട്ട് ജീവിച്ചാൽ ആരോഗ്യം കുറയും. എല്ലാവരിലും ഇപ്പോൾ കണ്ടുവരുന്നത് വൈറ്റമിൻ D ഇല്ല ആർക്കും, കാരണം സൺലൈറ്റ് എക്സ്പോഷർ ഇല്ല. പിന്നെ ഇപ്പോൾ കുറേ ക്രീം കമ്പനിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സൂര്യൻ്റെ അടുത്ത് ഇവിടെ പോയാൽ UV റൈസ് അടിച്ച് സൺബേൺ ഉണ്ടാവും, അതുണ്ടാവും. ഇതൊക്കെ ഒരു കമേഴ്ഷ്യൽ പ്ലോട്ടാണ്. അപ്പം നമ്മൾ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ കുറച്ചുകൂടെ ആരോഗ്യസ്ഥിതി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓഫീസിലായാലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അവരുടെ ജോബ് IT ഫേംസിലുള്ളവരായാലും ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നു. നൈറ്റ് ഷിഫ്റ്റുകൾ, പലർക്കും നൈറ്റ് ഷിഫ്റ്റുകൾ, ഉറക്കമില്ലായ്മ. അതിപ്പം നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്കായാലും അല്ലാത്തവരും ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് ആവുന്നു. ഫോണിലൊക്കെ നമ്മൾ നോക്കി ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്നു. പക്ഷെ രാവിലെ ജോലിക്ക് പോകണം, രാവിലെ എണീക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഉറക്കം അവിടെ വളരെ മിനിമൈസ് ചെയ്യുവാണ്. അപ്പം അങ്ങനെയുള്ള ഇത് എങ്ങനെയാണ് നമ്മുടെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നത്? അതായത് സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു വൈറ്റൽ കമ്പോണൻ്റ് ഓഫ് നമ്മുടെ ഒരു ബോഡി ഫങ്ഷൻ ആണല്ലോ.
ഒരു മിനിമം ഒരു 5 to 6 hours സ്ലീപ്പ് ഇല്ലാതെ എത്ര ഒരു ഇതാണെങ്കിലും അത് ഒരുവിധം എല്ലാ സിസ്റ്റത്തിനും ബാധിക്കും. ഇപ്പം BP ഉള്ളവർക്കാണെങ്കിൽ പ്രഷർ കൂടും, ഡയബറ്റിക് പേഷ്യൻസിലാണെങ്കിൽ ഷുഗർ കൂടും, വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വിശക്കും. അപ്പോൾ ആൾക്കാരെന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. പിന്നെ ഈ ഒരേ സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വരുന്നൊരു ഓക്യുപ്പേഷണൽ ഹസാർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ആൻ അവർ, ഒരു മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് ടെമ്പററി നിർത്തിയിട്ട് ഒരു 5-10 മിനിറ്റ് നടന്നിട്ട് വരണം. അല്ലെങ്കിൽ കാലിലെ വെയിൻസിലും രക്തം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. DVT എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കും. അതെവിടെ കാല് നിലത്ത് കുത്തിയിരുന്നാലും അതങ്ങനെ തന്നെ. എസ്പെഷ്യലി ലോങ് അവേഴ്സ് ഓഫ് ഡെസ്ക് ജോബ്, ഈവൻ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ലോങ് അവേഴ്സ് ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിലും കാല് അനക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിസം ഓഫ് വാക്കിംഗ് അറൗണ്ട് ആൻഡ് കമ്മിങ് ബാക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ യോഗ, ധ്യാനം അതുപോലുള്ളതൊക്കെ നമുക്ക് എത്രത്തോളം നമ്മുടെ ഒരു മാനസിക ആരോഗ്യത്തെയും അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തെയും സ്വാധീനിക്കും? യോഗയും മെഡിറ്റേഷനും അതിന് അതിൻ്റേതായിട്ടുള്ള റോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെൻ്റൽ റിലാക്സേഷനാണത്. അപ്പം നമ്മുടെ മൈൻഡ് അറ്റ് പീസ്, ബോഡി അറ്റ് വർക്ക് എന്ന് പറയത്തില്ല, അത് ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പം നമ്മുടെ മൈൻഡ് അറ്റ് പീസ് ആണെങ്കിൽ എല്ലാ സാധനവും എല്ലാ സിസ്റ്റവും ഒരു റെഗുലേറ്റഡ് വേയിൽ ഫങ്ഷൻ ചെയ്യും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതൊരു കുറച്ചൊരു സമാധാനം കൈവരിക്കാനായിട്ടൊരു ഒരു എല്ലാ ദിവസവും അത് കഴിഞ്ഞ് എവറിബഡി ഈസ് പുട്ട് ടു സ്ട്രെസ് എവറി ഡേ. അപ്പം അത് സ്ട്രെസ് ലെവല് എനിക്ക് തോന്നുന്നു 0 സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഗതി ലോകത്തിലുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കുറച്ച് മിനിമൽ ആക്കാൻ പറ്റും. പുകവലി, മദ്യപാനം അതൊക്കെ നമ്മുടെ ഹൃദയാരോഗ്യത്തെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ളത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ഒരു ഐസൊലേറ്റഡ് റിസ്ക് ഫാക്ടറായിട്ട് തന്നെ എടുത്താൽ ഇഷ്ടം പോലെ ഹാർട്ട് അറ്റാക്ക് കോസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈവൺ യങ്സ്റ്റേഴ്സ് ആസ് യങ് ആസ് ഒരു 20-25 ഇയേഴ്സിൽ വരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം. പിന്നെ സ്മോക്കിംഗ് കമ്പൈൻഡ് വിത്ത് അതർ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് സ്മോക്കിങ്ങിനോട് കൂടി ഒരു ഡയബറ്റിക് ആണെങ്കിൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള ചാൻസ് വളരെയധികമുണ്ട്. അപ്പോൾ ഈ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ്, അത് ഇപ്പോൾ ഒരു സിഗരറ്റ് ഒരു ദിവസം, ഞാൻ ഇപ്പോൾ ഇന്ന് ഒരു 2 സിഗരറ്റ് വലിച്ചു, നാളെ എനിക്കൊന്നും പറ്റില്ല, അതെല്ലാവരും പറയും. പക്ഷേ നമ്മളവിടെ നോക്കേണ്ടത് ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റാണ്. ഒരാൾ 1 സിഗരറ്റ് വലിച്ചാലും 5 സിഗരറ്റ് വലിച്ചാലും 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പം അതിൻ്റെ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്തൊക്കെ ബാഡ് ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പം റൈറ്റ് ഫ്രം ഹാർട്ട്, ലങ്സിൽ ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്, ലങ് ക്യാൻസർ എന്ന് തുടങ്ങി ഇഷ്ടംപോലെ സംഗതി അത് ഉണ്ടാക്കാം. ഹാർട്ടിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, വയറിൽ അൾസേഴ്സ് ഉണ്ടാക്കാം, കണ്ണിൻ്റെ സൈറ്റിനെ ബാധിക്കാം, അങ്ങനെ ബ്ലഡ് പ്രഷർ കൂട്ടാം, കൊളസ്ട്രോൾ കൂട്ടാം, അങ്ങനെ പല സൈഡ് എഫക്ട്സും ഉള്ളൊരു സംഗതിയാണ് സ്മോക്കിംഗ്. പിന്നെ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയിട്ടുള്ളതാണ് കുറേ ആൾക്കാരുള്ളത്. അതിൽ നിന്ന് കുറച്ച് വിട്ടുവരാനായിട്ടാണ് ബുദ്ധിമുട്ട്. ഈവൺ ഇലക്ട്രോണിക് സിഗരറ്റും ഈക്വലി ബാഡാണ്. സർ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ മിതമായ ഒരു വ്യായാമം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതല്ലേ? അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ആ ഒരു ജിമ്മിലൊക്കെ പോകുന്നവർക്കൊരു അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഉള്ളത്? ഒരു അതർവൈസ് നോർമൽ ഹാർട്ട് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. ഒരു 3 days എ വീക്ക് കാർഡിയോ, പിന്നെ കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ്. അത് നമുക്ക് എത്ര ടൈം? 5 days എ വീക്ക്, 30 to 45 minutes പെർ ഡേ, അല്ലെങ്കിൽ മാക്സിമം 1 hour എ ഡേ ഫോർ 5 days എ വീക്ക്. 2 days റെസ്റ്റ് കൊടുക്കാം. 5 days എ വീക്ക്. പലപ്പോഴും നമ്മുടെ ഈ ECG റിപ്പോർട്ട്സിൻ്റെ വേരിയേഷൻസ് ആണ് ഒരു ലേമാനെ സംബന്ധിച്ച് പെട്ടെന്ന് ECGയിൽ വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ ഒരു വേരിയേഷൻ കണ്ടില്ലെങ്കിൽ പോലും ചിലപ്പം അതൊരു ഹാർട്ട് ഡിസീസിലേക്ക് നമുക്ക് ഒരു വഴി തെളിച്ചെന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുന്നൊരു കണ്ടീഷൻസ് അത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയാമോ? സിംറ്റമാറ്റിക് ആയിട്ട്, ഈവൻ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരിലും ECG എല്ലാപ്പോഴും അബ്നോർമൽ ആയിരിക്കണമെന്നില്ല. ECG എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ലൈൻ ഇൻവെസ്റ്റിഗേഷനാണ്. പക്ഷേ ECGയിൽ വേരിയേഷൻ കണ്ടാൽ ഡെഫിനറ്റ്ലി ഒരു ഓൺഗോയിങ് സംതിങ് കുക്കിംഗ് അപ്പ് ഇൻസൈഡ്, അത് നമുക്ക് വിടാൻ പറ്റില്ല.
ECG നോർമൽ ആണെങ്കിൽ പോലും സിംറ്റംസിനെ ബേസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇനി ECG നോർമലാണ്, സിംറ്റംസ് അറ്റ് റെസ്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ നമ്മൾ ട്രെഡ്മില്ലിൽ ഒന്ന് കുറച്ചൊന്ന് ചെയ്തിട്ട് നോക്കണം, സിംറ്റംസ് നമുക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. സ്ട്രെസ് ടെസ്റ്റ്, TMT. അപ്പം അങ്ങനെ വരുമ്പം ട്രെഡ്മിൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ നടത്തിപ്പിക്കും, ട്രെഡ്മില്ലിൽ നടത്തും, ആ സ്പീഡും ഇൻക്ലൈനും വേരിയേഷൻ വന്നിട്ട് നടക്കും. ആ സമയത്ത് ECG മോണിറ്റർ ചെയ്യും. അതിൽ പീക്ക് എക്സസൈസ് ലെവലിൽ ഹാർട്ട് റേറ്റും ECG ചേഞ്ചസും BPയും എല്ലാം മോണിറ്ററിങ്ങിലായിരിക്കും, എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ചേഞ്ചസ് നോക്കിയിട്ട് നമ്മൾ അത് ഡിസൈഡ് ചെയ്യും അതിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ. അപ്പം സിംറ്റംസ് ഇല്ലാത്ത പേഷ്യൻറ്റ് വിത്ത് നോർമൽ ECG ആണെങ്കിലും ട്രെഡ്മില്ല് ചെയ്താൽ ചിലപ്പം സംതിങ് ഹൈഡിങ് ഇൻസൈഡ് ക്യാൻ ബി ബ്രോട്ട് ഔട്ട്. അതുപോലെ ഈ അപ്രതീക്ഷിതമായിട്ട് ഒരു കുഴഞ്ഞു വീണുള്ള ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മരണങ്ങളിൽ നമുക്കൊരു പേഷ്യൻറ്റിനെ എത്ര സമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉണ്ടോ? അതിനൊരു ക്ലിയർ കട്ട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓൺ ദ സ്പോട്ട് ചിലപ്പം ചിലവർക്കൊരു ചെസ്റ്റ് തമ്പ് കൊടുത്താൽ ചിലവർ റിവൈവ് ആകും, ചിലവർ ഹോസ്പിറ്റലിൽ ചിലപ്പം എത്തിയേക്കും. ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ എന്ന് പറഞ്ഞിട്ട് പറയാനില്ല. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ കാരണം ഓരോരുത്തരുടെ ഒരു കണ്ടീഷനും കോമോർബിഡിറ്റി ഫാക്ടേഴ്സും വ്യത്യാസമാണ്. എല്ലാവരുടെയും ഒരു ഹെൽത്ത് കണ്ടീഷൻ സെയിം ആകണമെന്നില്ല. അപ്പോൾ ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ കുഴഞ്ഞു വീണോ അതിന് വേരിയസ് റീസൺസ് ഉണ്ടാവും. എല്ലാം അതിന് പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ ഓൺ ദ സ്പോട്ട് അത് സംഭവിച്ചാൽ അതിനുള്ള ഓൺ ദ സ്പോട്ട് ആക്ഷൻ എടുക്കുക, അത്രമാത്രമേ പറ്റുള്ളൂ. മേ സർവൈവ്, മേ നോട്ട് സർവൈവ്. ഇതിന് യാതൊരു ദർസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ, നോ പ്രഡിക്ഷൻ, നോ കാൽക്കുലേഷൻ. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഫ്ലൈറ്റ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊന്ന് വിശദീകരിക്കുന്നു. നമ്മൾ സാധാരണ രീതിയിൽ യാത്ര ചെയ്യുമ്പം ഒരു നോർമൽ വ്യക്തി ആയിക്കോട്ടെ, ഞാനൊരു നോർമൽ വ്യക്തിനെ പറ്റി ആദ്യം പറയാം. അപ്പോൾ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പം നമ്മൾ അത്യാവശ്യം ഒരു നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വിസയൊക്കെ ബുക്ക് ചെയ്ത് ഒരു അബ്രോഡാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു 3 to 4 hours ജേണി അല്ലെങ്കിൽ 5 to 6 hours ജേണി, ചിലൊരു ലോങ് ജേണി എടുക്കാം. ഇപ്പോൾ ഒരു നോർമൽ വ്യക്തി അങ്ങനത്തെ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ എവറി സ്റ്റേജ് ഓഫ് ജേണി അത്യാവശ്യം നമുക്ക് നല്ല ആരോഗ്യം വേണം. കാരണം പെട്ടിയെടുത്ത് വെക്കാനും ഉരുട്ടാനും ചെക്ക് ഇൻ ചെയ്യാനും ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡിംഗ് ഗേറ്റിൽ പോയി കയറാനും എല്ലാത്തിനും അത്യാവശ്യം ആരോഗ്യം വേണം. പിന്നെ ചിലപ്പോൾ നമുക്ക് ദാഹിച്ചെന്ന് വരും, വെള്ളം പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും. ഇനി എയർക്രാഫ്റ്റ് ബോർഡ് ചെയ്താൽ തന്നെ നമ്മുടെ സീറ്റ് അന്വേഷിച്ചിട്ട് നമ്മുടെ ക്യാരി ഓൺ ലഗേജ് മേലെ എടുത്ത് വെക്കാനും അത്യാവശ്യം ആരോഗ്യം വേണം. അത് നോർമൽ വ്യക്തി. ഇനി ഇത് കൂടാതെ ഒരു എയർലൈൻ ഒരു എയർക്രാഫ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോൾ പ്രഷർ ഡ്രോപ്സ് ഒക്കെ വരാൻ പറ്റും. അപ്പം പ്ലെയിനിൽ തന്നെ പറയും പ്രഷർ ഡ്രോപ്പ് ഉണ്ടായാൽ ഓക്സിജൻ മാസ്ക് താഴ്ത്തു വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ഈ കാർഡിയക് പേഷ്യൻസ് ട്രാവൽ ചെയ്യുമ്പം ഞാൻ പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് പറയാം. അവർ യാതൊരു വിധത്തിലും എക്സെർട്ട് ചെയ്യാൻ പാടില്ല. ഡോക്ടർ ഓഫ് കോഴ്സ് സർട്ടിഫൈ ചെയ്യും ഫിറ്റ് ടു ട്രാവൽ എന്ന് പറഞ്ഞാലും അവർ ഈ ലഗേജ് എടുക്കലും അവിടെ വെക്കലും അതൊന്നും പാടില്ല. പിന്നെ മോസ്റ്റ്ലി അവരുടെ നടക്കുന്നതിന് പകരം ദേ ഷുഡ് ഗോ ഇൻ എ വീൽ ചെയർ ഫെസിലിറ്റി ഇപ്പം എല്ലാ എയർപോർട്ട്സിലും എല്ലാ എയർലൈനും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ എയർക്രാഫ്റ്റിൻ്റെ അകത്ത് കയറിയാലും ദേ ഷുഡ് നോട്ട് ലിഫ്റ്റ് ഹെവി വെയ്റ്റ്സ് ആൻഡ് കീപ്പ് ഇറ്റ് ഓൺ ദി ഓവർ ഹെഡ് ഇത്. പിന്നെ യാത്ര ചെയ്യുമ്പം മെഡിസിൻസ് ടൈം ടു ടൈം കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ക്യാരി എ സ്മോൾ ദറ്റ് മെഡിസിൻ വിത്ത് പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ എടുക്കുക, ഇൻക്ലൂഡിങ് സം എമർജൻസി മെഡിസിൻസ്. പിന്നെ എന്താ പറയുക, ഫുഡ് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കണ്ട് കഴിക്കുക. അപ്പം ഇത്രയൊക്കെയാണ്. പിന്നെ അവിടെ ഓക്സിജൻ മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ഉള്ള സാധനങ്ങൾ ഫ്ലൈറ്റിൽ സാധാരണ ഉണ്ടാവും. അപ്പം ഇത്രയും പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത്. മെഡിസിൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് കാർഡിയോളജി മെഡിസിൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു ലൈഫ് ലോങ്
നമ്മൾ കഴിക്കേണ്ട ഒരു മെഡിസിനാണ്. അപ്പം പലർക്കും ഒരു സംശയം എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറേ നാൾ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് കിഡ്നി അങ്ങനെ ബാധിക്കുമോ അങ്ങനെയൊക്കെയുള്ളൊരു സംശയങ്ങളുണ്ട്. അപ്പം എസ്പെഷ്യലി ഇപ്പം കാർഡിയോളജി അല്ല കാർഡിയക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൊളസ്ട്രോൾ, അതുപോലെ BP, ഡയബറ്റിക്, ഈ മെഡിസിൻസ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഞാനൊരു 30 ഇയേഴ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ വെച്ച് അങ്ങനെ കഴിക്കുമ്പോൾ ഇത്രയും വർഷം കഴിച്ച് പോകുമ്പം സ്വാഭാവികമായിട്ട് സെക്കൻഡറി ആയിട്ട് എനിക്ക് ഇങ്ങനൊരു ഇത് വരുമോ എന്നുള്ളൊരിത് പൊതുവേ ഒരു ധാരണയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ അതൊന്ന് ക്ലാരിറ്റി ആയിട്ടൊന്ന് വിശദീകരിച്ച് തരാമോ? കാർഡിയക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാർഡിയക് ഈവൻ്റ് കഴിഞ്ഞാലുള്ള ഒരു സംഗതിയാണ്. അതിനു മുമ്പേ എനിക്ക് പറയാനുള്ളത് ബ്ലഡ് പ്രഷറും ഡയബറ്റീസിൻ്റെയും മെഡിക്കേഷനെ പറ്റിയാണ്. പൊതുവായിട്ട് ബ്ലഡ് പ്രഷറിൻ്റെയും ഡയബറ്റീസിൻ്റെയും മെഡിക്കേഷൻസ് മോർ ദാൻ 90% ഓഫ് ദ ടൈം നമ്മളത് ലൈഫ് ലോങ് തന്നെ എടുക്കേണ്ടി വരും. ചിലവർ ഫസ്റ്റ് ടൈം ഹൈപ്പർ ടെൻഷൻ BP ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പം അവർ ചോദിക്കും, ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണോ, പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? അപ്പം അവർ വിചാരിക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. പക്ഷേ അവിടെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ ലോജിക്ക് നേരെ മറിച്ചാണ്. അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് BP കൺട്രോളിൽ വെച്ചാൽ ഫ്യൂച്ചർ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. അല്ലാതെ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ BP ഭയങ്കര ഹൈ ആയിട്ട് കൺട്രോൾ ചെയ്യാം, പക്ഷേ ചില ഓർഗൻ ഡാമേജ് ഒക്കെ ആ സമയത്തിനുള്ളിൽ സംഭവിച്ചിരിക്കും. കാരണം ഓർഗൻ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സിബിലിറ്റി വളരെ റെയറാണ്. അത് ഓൾമോസ്റ്റ് നിൽ. ഫർദർ ഡാമേജ് നമുക്ക് തടയാൻ പറ്റുള്ളൂ. ഫോർ മെയിൻറ്റെയിനിങ് എ ഗുഡ് ലൈഫ് സ്റ്റൈൽ, ലൈഫ് സ്റ്റൈലും പോയിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ഓഫ് പ്രഷറും ഷുഗറും അറ്റ് ദ ഏർലി അത് നല്ലതാണ്. പിന്നെ ഒരു ഡ്രഗ് കുറേ നാൾ എടുത്തു കഴിയുമ്പോൾ സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ ഇല്ലയോ അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർ പ്രഷറും ഷുഗറും മോണിറ്റർ ചെയ്യണം. അത് ഡോക്ടറെ കണ്ട് അത് അപ്പോൾ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 in 2 or 3 months അല്ലെങ്കിൽ 4-5 monthsനുള്ളിൽ, മീൻസ് വൺസ് ഇൻ ആ ഒരു പീരീഡിൽ ഒരു ചെക്കപ്പ് ചെയ്ത് പ്രിസ്ക്രിപ്ഷൻ അപ്ഡേറ്റ് ചെയ്യുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അങ്ങനെ സൈഡ് ഇഫക്റ്റുള്ള മരുന്നുണ്ടെങ്കിൽ വേറെ ഡ്രഗ്സ് അതിൽ ആഡ് ചെയ്യാം, മീൻസ് അത് മാറ്റി റീപ്ലേസ്ഡ് വിത്ത് സം അതർ ഡ്രഗ്. അതുപോലെ തന്നെ നമുക്കിപ്പം ഏർലി നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം BP ഡിറ്റക്റ്റ് ചെയ്തു, നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു, ഒരു 1 month 2 month കഴിച്ച് കഴിയുമ്പം പിന്നീട് അവർ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ BP ഒക്കെ നോർമലായിരിക്കും. അപ്പം അത് കഴിയുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും മെഡിസിൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു സിംറ്റംസോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും വീണ്ടും BP ചെക്ക് ചെയ്യുമ്പം ഹൈ BP ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പ്രവണത പൊതുവേ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു മെഡിസിൻ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്നതും ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് ഇല്ലാതെ അവരുടെ ഒരു സ്വന്തം ഒരു താല്പര്യത്തിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് സാറിൻ്റെ. അതായത് ഒരു പേഷ്യൻ്റ് നമുക്ക് കുറേ പേഷ്യൻസിൻ്റെ അടുക്കെ ഇപ്പം പേഷ്യൻസ് പല ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, GPസിനെ കാണുന്നുണ്ട്, ഫിസിഷ്യനെ കാണുന്നുണ്ട്. ഞാൻ ആരും പിൻ പോയിൻ്റ് ചെയ്ത് പറയുമല്ല. ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറുടെ പോകുമ്പോൾ ചിലപ്പം ഓക്കെ BPക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട്, 10 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണിക്കാൻ പറയും. അപ്പോൾ പേഷ്യൻ്റ് 10 ദിവസമോ 15 ദിവസമോ മരുന്ന് കഴിക്കും. അത് കഴിഞ്ഞ് ഡോക്ടറൊക്കെ പറയുമ്പം ഇപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറയും. അപ്പോൾ ചിലവരുടെ ധാരണ 15 ദിവസം കഴിച്ച് ഇനി നിർത്തിക്കോ. പക്ഷെ നമ്മളെ പേഷ്യൻറ്റിനെ ഇത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ഒരു ബോധവൽക്കരണം കൊടുക്കണം. അത് പ്രഷറിൻ്റെ വേണ്ടി മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം, ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യണം, റെഗുലർ ചെക്കപ്പിന് വരണം, സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം. ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം അവർ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർ അത് നിർത്താതിരിക്കും. കാരണം ഈ BP നോർമലായി എന്നുള്ളത് മെഡിസിൻ കൊണ്ടാണ്, അത് നിർത്തിയാൽ BP കൂടും എന്നുള്ളതും പറഞ്ഞു കൊടുക്കും. അല്ല, പലപ്പോഴും ഈ പ്രായമായ അമ്മമാരിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അവർക്കൊരു BPക്കൊക്കെ ഒരു മെഡിസിൻ സജസ്റ്റ് ചെയ്ത് ഡോക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കൊരു പ്രിസ്ക്രിപ്ഷൻ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല, ഇടയ്ക്ക് ഡോക്ടറെ പോയി കാണുകയൊന്നുമില്ല. പിന്നെ ഒരു തലവേദന അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കൂടി തലകറക്കമായി കഴിയുമ്പോഴായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ടും അവർക്ക് ആ ഒരു ലെവലിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ സാറിനോട് ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി ഞാനിവിടെ ചോദിച്ചത്. സർ, അതുപോലെ നമുക്ക് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം, ഒരു കാർഡിയക് സിംറ്റം എന്ന് പറയുന്നത് നെഞ്ച് വേദനയാണ്.
അത് നെഞ്ചിൻ്റെ സെൻട്രൽ ഭാഗത്താണ്, നടുവിലാണ് വരിക. ഒരു ഭാരം പോലെയാണ് അത് തോന്നിക്കുക. ടിപ്പിക്കലി ഒരു വലിയൊരു സൂട്ട് കേസ് നെഞ്ചത്ത് പുറത്തെടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, ഒരു ഭാരമുള്ള ഒരു 10 കിലോ ഭാരമുള്ള ഒരു വെയിറ്റും ചെസ്റ്റിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ആയിരിക്കും തോന്നിക്കുക. അത് സിവിയർ പ്രോബ്ലംസ് ഉള്ളവർക്ക് റെസ്റ്റിലും അങ്ങനെ ഉണ്ടാവും. അല്ലാത്തവർക്ക് നടക്കുമ്പോഴോ കയറ്റം കയറുമ്പോഴോ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. സോ അത് ഒന്ന്. സെക്കൻഡ്ലി ശ്വാസമുട്ടാണ്, ബ്രീതിങ് ഡിഫിക്കൽട്ടി. അത് ലങ് ഡിസീസിലും വരാം, ഹാർട്ട് ഡിസീസിലും വരാം. അപ്പം ഇത് എല്ലാം കമ്പൈൻ ചെയ്ത് വേണം ഡിസൈഡ് ചെയ്യാൻ. ഒരു ബ്രീതിങ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ അത് ലങ്സിൻ്റെ കൊണ്ടാണോ വരുന്നത് അതോ ഹാർട്ടിൻ്റെ കൊണ്ടാണോ വരുന്നത്. മൂന്നാമത്തതായിട്ട് നെഞ്ച് ഇങ്ങനെ അടിക്കുന്ന പോലെ തോന്നും, പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ് കൂടുതൽ. പിന്നെ തലകറക്കം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ്. പിന്നെ ഇതിനെല്ലാം മുന്നോടിയായിട്ട് തന്നെ ചിലർക്ക് എക്സസ് വേർപ്പ്, പെർസ്പിറേഷൻ, സ്വെറ്റിങ് വരും. അത് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കിന് മുമ്പാണെങ്കിലും ചിലർക്ക് ഒരു എക്സസ് സ്വെറ്റിങ്, ഒരു എക്സസീവ് പാരസിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റിയുടെ ഒരു സൈനാണ്. സർ, ഈ വരുന്ന സെപ്റ്റംബർ 29 നമ്മൾ വേൾഡ് ഹാർട്ട് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. സോ ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് നമ്മുടെ തീം 2025. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഈ വേൾഡ് ഹാർട്ട് ഡേ സംബന്ധിച്ച് സാറിന് ഒരു മെസ്സേജ് കൊടുക്കാൻ എന്തായിരിക്കും സാറിന് കൊടുക്കാനുള്ള മെസ്സേജ്? ഞാനിപ്പം അത് ഭയങ്കര ടെക്നിക്കാലിറ്റീസിലൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ലീഡ് എ സിമ്പിൾ ലൈഫ്, ലീഡ് എ ഹെൽത്തി ലൈഫ്. സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക. മീൻസ് ഇല്ലാതാക്കണമെന്ന് ഞാൻ പറയില്ല, കുറയ്ക്കാൻ നോക്കുക. അൺനെസറി ആയിട്ട് യാതൊരു തലവേദനകളും തലയിൽ എടുത്തു വെക്കാതിരിക്കുക. പിന്നെ പരമാവധി എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളും എല്ലാം സ്ഥാപിക്കാൻ നോക്കുക. മനസ്സ് കുറേയൊക്കെ ഹാപ്പി ആയാൽ തന്നെ അത് പല സംഗതിക്കും നല്ലത് തന്നെ ചെയ്യുള്ളൂ. പിന്നെ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക. ഇതിൽ ഞാനൊരു കാർഡിയോളജിസ്റ്റായിട്ട് എല്ലാവർക്കും ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യണമെന്ന് പറയുന്നില്ല. ഇതൊക്കെ സൂക്ഷിച്ചാൽ തന്നെ നമുക്കൊരു 80 അല്ലെങ്കിൽ 90% ആരോഗ്യം നിലനിർത്താൻ പറ്റും. അലോങ് വിത്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഡയറ്റ്. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും നമ്മൾ എടുക്കേണ്ട മുൻകരുതലിനെക്കുറിച്ചും നമുക്ക് വളരെ സിമ്പിളായ ഭാഷയിൽ നമ്മളോട് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് താങ്ക് യു ഡോക്ടർ. താങ്ക് യു. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് രശ്മി സൈനിങ് ഓഫ്. താങ്ക് യു.